എന്തിനാടാ പോന്നെ അടുത്ത കടയില്ലേ എന്തിനാടാ പോന്നെ ഇപ്പൊ പറയുന്ന വെച്ചാൽ കുറച്ച് പൈസ എക്സ്ട്രാ കൊണ്ടുവരായിരുന്നു. പിന്നെ പെണ്ണിന്റെ വീട്ടുകാരും ചെക്കന്റെ വീട്ടുകാരും ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. രണ്ട് സൈഡാണ് വെച്ചിരിക്കുന്നത്. വയനാട് മാനന്തവാടിയും കൽപ്പറ്റയിൽ നിന്നാണ് എത്തിയിരിക്കുന്നത് രണ്ട് വീട്ടിലും. അല്ലേ ബ്രോ? നമ്മുടെ മാനന്തവാടി, അവര് കൽപ്പറ്റ. പെണ്ണിന്റെ വീട്ടുകാർ കൽപ്പറ്റയാണ്. അപ്പൊ ഒരുമിച്ച് നിങ്ങൾ പ്ലാനായി ഇറങ്ങിയതാണോ? അല്ലേ ബ്രോ? ഒരുമിച്ച് ബാംഗ്ലൂരാണ്. അപ്പം ബാംഗ്ലൂരിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന് നമ്മുടെ ഫാമിലിനെയും കൂട്ടി ഡയറക്റ്റ് വരുമായിരുന്നു. ബാംഗ്ലൂർ പോയിട്ട് വിളിച്ചിട്ടാ വന്നിരിക്കുന്നത് ഇങ്ങോട്ട് നേരെ അല്ലേ? രണ്ടുപേരും അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? രണ്ടുപേരും ബാംഗ്ലൂരാണ്. ഓക്കെ ഓക്കെ. ഒരു ഫ്രണ്ട് വഴി ഇൻസ്റ്റാഗ്രാം? ഇൻസ്റ്റ വഴി. അപ്പൊ ഞങ്ങൾ ഇൻസ്റ്റയിൽ നല്ല ആക്റ്റീവ് ആണ്. അപ്പം റെഗുലർ ആയിട്ട് നിങ്ങളുടെ വീഡിയോസ് വരാം. ഇൻഫ്ലുവൻസർ ആണ്. പേര് നമ്മുടെ നിജയ് എന്നാണ്. ഞങ്ങളിങ്ങനെ റീല് വീട്ടിലെ അമ്മയ്ക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു. ഞങ്ങൾക്ക് ഇവിടെ വരണം എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ എല്ലാവരും ഒന്ന് ഒന്നിച്ചെടുത്ത് വന്നു. ഭയങ്കര ഹാപ്പിയാണ്. സർവീസൊക്കെ ആണെങ്കിൽ അടിപൊളി. ഇല്ല ഞങ്ങൾ അങ്ങനെ സർവീസ് അല്ല പറയാതെ വേറൊരു കാര്യം പറഞ്ഞത്, ഞങ്ങള് വയനാട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇവിടെ എത്തുന്നവരെ എന്തിനാടാ പോന്നെ അടുത്ത കടയില്ലേ എന്തിനാടാ പോന്നെ ഇപ്പൊ പറയുന്ന വെച്ചാൽ കുറച്ച് പൈസ എക്സ്ട്രാ കൊണ്ടുവരായിരുന്നു. കാരണം ഭയങ്കര വർത്താണ്. അത് ഇതിന് മനസ്സിലാക്കേണ്ടത് തീരെ പരിചയമില്ലാത്തൊരു പേടിയുണ്ട് ആദ്യം ഇത്രയും ദൂരം വരണമല്ലോ എന്നൊക്കെ. അതാണ് അമ്മ ചോദിച്ചിരിക്കുന്നത്, എന്തിനാണ് ഇത്രയും ദൂരം പോകേണ്ടത്, എന്തിനാ ഇത്രയും ദൂരം. ചെറിയ മനസ്സിന് പേടിയുണ്ടാവും. ആ പേടി ഇപ്പോഴും അമ്മ മാറി. സന്തോഷമാണ് നമ്മുടെ മുഖത്ത് കാണുന്നുണ്ട്. ആ സന്തോഷം എന്താണെന്ന് ശരിക്കും കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്ക് വന്ന വർത്താണല്ലേ ബ്രോ? ഉറപ്പായിട്ടും നമ്മൾ അതേപോലെ എന്തായിരുന്നു. ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്തുള്ളവരും പറഞ്ഞു നിങ്ങൾക്ക് പോയാൽ ഒരിക്കലും നഷ്ടം വരില്ല, നിങ്ങൾ അവിടെ തന്നെ പോയി എടുത്തോ, എല്ലാം നല്ല ഇതാണ്. അത് അറിഞ്ഞ് ഞങ്ങൾ കുറേ ദിവസം ഇങ്ങനെ എല്ലാവരും വർക്ക് ചെയ്യുന്നവരെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റായി ലീവൊക്കെ കിട്ടിയത്. ഓക്കെ എല്ലാവരും അല്ലേ? അപ്പോൾ നമ്മൾ രണ്ട് ബാഗ് ഒരുമിച്ച് വെക്കാൻ പറഞ്ഞപ്പോൾ അവർ വേണ്ടെന്ന് പറഞ്ഞു. എല്ലാ സമയത്തും ജീവനക്കാർ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം സെറ്റായി. ഞങ്ങൾ കാലത്ത് വന്നവരാണ്. എത്ര മണിക്കാണ്? ഞങ്ങൾ വരാൻ വൈകി. കുറച്ച് വണ്ടി 5:30 ഇറങ്ങി അവരെ പിക്ക് ചെയ്തു. അങ്ങനെ വന്നാണ്. ബാംഗ്ലൂരിൽ ഇന്നലെ നൈറ്റ് ഒരു 7:30 സ്റ്റാർട്ട് ചെയ്തത് നമുക്ക്. ഓക്കെ വരവാണല്ലേ? ഈ കാണുന്ന ഇത് നമ്മുടെ പെണ്ണിന്റെ സൈഡും നമ്മുടെ സെക്കൻഡ് സൈഡ് ഈക്വൽ തുല്യമായിട്ട് എടുത്തിരിക്കണേ. ഒന്നും കുറവില്ല കേട്ടോ, ഒരേപോലെ ഏകദേശം. അപ്പോൾ എന്തായാലും രണ്ടു പേർക്കും അടിപൊളിയായിട്ട് പോകും. അടിപൊളി. നമ്മുടെ ക്ഷണക്കത്തൊക്കെ ഉണ്ടല്ലോ. വയനാട്ടിലാണല്ലേ? കൽപ്പറ്റ വെച്ച് കല്യാണം, മാനന്തവാടി ചെറുസം. അപ്പോൾ എന്തായാലും ഞാൻ ഇവരോട് പ്രാർത്ഥിക്കാം എല്ലാം അടിപൊളിയാവട്ടെ കേട്ടോ ബ്രോ. രണ്ടുപേർക്ക് താങ്ക് യു.